പുലർച്ചെ ഒരു 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നവരുടെ ജീവിതവും ക്യാരക്ടറും വളരെ പ്രത്യേകത നിറഞ്ഞതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകം മുഴുവൻ ഈ സമയത്ത് ഉറങ്ങി റെസ്റ്റ് എടുക്കുമ്പോൾ ചിലർ അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ പാരമ്പര്യത്തിൽ ഈ സമയത്തെ ബ്രഹ്മമുഹൂർത്തം എന്നാണ് വിളിക്കുന്നത്. മനസ്സിനും ശരീരത്തിനും ഏറ്റവും ശാന്തത അനുഭവപ്പെടുന്ന സമയമാണിത്. ഈ സമയത്ത് ഫോണിൻ്റെയോ ട്രാഫിക്കിൻ്റെയോ മറ്റൊന്നിൻ്റെയും ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾ നിങ്ങളുടെ മനസ്സും മാത്രമായി സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈമായിരിക്കും അത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരേ വിത്ത് 2 സ്ഥലത്ത് നട്ടു എന്ന് വിചാരിക്കുക. ഒന്ന് നല്ല വെളിച്ചവും ശുദ്ധവായുവും കിട്ടുന്ന സ്ഥലം, മറ്റൊന്ന് തിരക്കേറിയതും വെളിച്ചക്കുറവും ഉള്ളതായ സ്ഥലം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഏത് ചെടിയാണ് കൂടുതൽ ആരോഗ്യത്തോടെ വളർന്നതെന്ന് കണ്ടാൽ അറിയാം. മനസ്സും അതുപോലെ തന്നെയാണ്. ശാന്തത കിട്ടുന്ന സമയത്ത് അതിന് കൂടുതൽ വ്യക്തതയും കരുത്തും ലഭിക്കുന്നു. രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും വ്യായാമം ചെയ്യാനും ബുക്സ് വായിക്കാനും അല്ലെങ്കിൽ നമുക്ക് ആ ദിവസത്തേക്കുള്ള പ്ലാൻ തയ്യാറാക്കാനും ഒക്കെ ഒരുപാട് സമയം ലഭിക്കുന്നു. ഒരു ദിവസത്തിന് തിരക്കല്ല അങ്ങനെ നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മൾ തന്നെയായിരിക്കും ആ ദിവസത്തെ നിയന്ത്രിക്കുന്നത്. അതിനുശേഷം ഒരു കുളി കൂടി കഴിഞ്ഞാൽ മനസ്സിനും ശരീരത്തിനും ഒരു പുതുമ അനുഭവപ്പെടുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ആ ദിവസം മുഴുവൻ നമുക്ക് ഒരു ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ അത് സഹായമാവുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, നേരത്തെ എഴുന്നേൽക്കുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് രാത്രി മതിയായ ഉറക്കം ലഭിക്കണം എന്നുള്ളത് തന്നെയാണ്. രാത്രി വൈകി ഉറങ്ങി പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കുന്നത് ആരോഗ്യത്തിന് അത്ര ഗുണം ചെയ്യാറില്ല. ഇങ്ങനെ ഒരാഴ്ചയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രാത്രി നേരത്തെ ഉറങ്ങി പുലർച്ചെ നേരത്തെ എഴുന്നേറ്റ് ഒരു ശീലം, ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു ചേഞ്ചസ് വരുത്തി നോക്കുക. ഓരോ ദിവസവും വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. താങ്ക് യു.